റോയിയുടെ മരണം എന്താണ് നമ്മൾ ഇത് വീണ്ടും വീണ്ടും സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇനി ഇത്തരത്തിൽ റെയ്ഡുകൾ നടക്കുമ്പോൾ ഇത് ചിലപ്പോൾ മുതലെടുക്കാൻ പലരും ശ്രമിക്കും. അതുകൊണ്ടാണ് ഇത് ED അന്വേഷിച്ചതുകൊണ്ട് ആത്മഹത്യ ചെയ്തു, അങ്ങനെയൊന്നുമല്ല. ഇതിന്റെ സത്യാവസ്ഥ റോയ് തന്നെ കൃത്യമായി 9 പേജുള്ള ഡയറിയിൽ എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അത്തരം വാദങ്ങളിലേക്കൊന്നും ആരും കടക്കണ്ട എന്നുള്ളതാണൊരു സത്യാവസ്ഥ. ഇപ്പോ UAE-യിൽ നിന്ന് ചില അന്വേഷണ സംഘം അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് എത്തി റോയിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷിക്കാൻ. അങ്ങനെയാണെങ്കിൽ UAE-ക്ക് അങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം എന്താണ്? ഈ 2018 മുതൽ ഇന്ത്യയും UAE-യും തമ്മിൽ ഒരു ഉഭയകക്ഷി കരാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആന്റി മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുമ്പോൾ പരസ്പരം വിവരങ്ങൾ ഷെയർ ചെയ്യും. ഇവിടെ ഈ റോയ് എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ, ഇന്ത്യയിൽ വലിയ ബിസിനസ്സുകാരനാണ്, വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ ആണ്, അയാൾ അവിടുത്തെ കിങ് ആണൊക്കെ ശരിയാണ്. പക്ഷെ ഇയാൾക്ക് സ്വാഭാവികമായിട്ടും ബിസിനസ് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് തന്റെ ബിസിനസ് വ്യാപിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. UAE-യിൽ ഈ പറയുന്ന CJ റോയ് വൻതോതിൽ നിക്ഷേപം നടത്തുകയാണ്. ഈ വൻതോതിൽ നിക്ഷേപം നടത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ നടത്തിയ ബിസിനസ്സിലൂടെ ലഭിച്ച ലാഭം, അതുകൊണ്ട് ഞാൻ അവിടെ നിക്ഷേപം നടത്തുന്നു, ഇതാണ് ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷേ UAE-ക്ക് കുറച്ച് സംശയങ്ങളൊക്കെ തോന്നി. അതുകൊണ്ട് അവർ UAE-യുടെ നിയമം അനുസരിച്ച് ഈ CJ റോയിയെ കുറിച്ച് കുറേ അന്വേഷണം നടത്തുന്നു, അദ്ദേഹത്തിന്റെ പണമിടപാടിനെ കുറിച്ച് അന്വേഷണം നടത്തുന്നു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് ഈ വിവരം കൈമാറി. ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇതിന്റെ ചുവട് പിടിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ 6 മാസമായിട്ട് ഈ CJ റോയിയുടെ കമ്പനി ഉൾപ്പെടെയുള്ള 6 കമ്പനികളെ ഒരു റഡാറിൽ നിർത്തി ഇൻകം ടാക്സ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവരെന്ത് നടപടിക്രമങ്ങൾ നടത്തുന്നു? ഇതിനിടയിലാണ് കഴിഞ്ഞ നവംബറിൽ റോയിയുടെ നേതൃത്വത്തിൽ ദുബായിൽ ഒരു വലിയ പാർട്ടി സംഘടിപ്പിക്കുന്നത്. അതിൽ സിനിമാക്കാരുടെ വലിയ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞാൽ UAE-യിൽ നിക്ഷേപിക്കുന്ന പണം ഒരു പക്ഷേ രാഷ്ട്രീയക്കാരുടെയോ സിനിമാക്കാരുടെയോ ബെനാമി പണമാണോ എന്ന തരത്തിൽ പോലും ചർച്ച ചെയ്യുന്നു. മാത്രമല്ല, ഈ ആക്ട് അനുസരിച്ച് ഇയാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ UAE-യിൽ നിക്ഷേപിച്ച പണം മുഴുവൻ ആ സർക്കാരിന് കണ്ടുകെട്ടാനുള്ള അധികാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ പണം മുഴുവൻ പോകും. അപ്പോൾ CJ റോയിയുടെ അല്ല ഈ പണമെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളുടെയോ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളുടെയോ ഒക്കെ സഹായത്തോടെയാണ് ഈ ബിസിനസ് നടത്തുന്നതെങ്കിൽ ഇതിനെല്ലാം ആൻസർ അല്ലെങ്കിൽ മറുപടി നൽകേണ്ട വ്യക്തി ഈ CJ റോയ. കാരണം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ, ഇതൊരു ചിലപ്പം കൂട്ടു ബിസിനസ് ആയിരിക്കാം. ആ ബിസിനസ്സിൽ വേണ്ടി ഇയാൾ വൻതോതിൽ പണം സ്വീകരിക്കും. കാരണം ഈ CJ റോയ് സ്വാഭാവികമായിട്ടും നടത്തുന്ന എല്ലാ ബിസിനസ്സുകളിലും മറ്റുള്ളവരിൽ നിന്ന് പണം സ്വീകരിക്കാറുണ്ട്. പണം സ്വീകരിച്ചിട്ട് നമുക്കൊരു കൂട്ടു ബിസിനസ് എന്ന രീതിയിൽ, അതായത് പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് പണം മുടക്കുന്നവൻ ഏത് രീതിയിലാണ് പണം ഉണ്ടാക്കുന്നത്, അവന്റെ യഥാർത്ഥ ബിസിനസ് എന്താണ്, അവർ ഏത് രാജ്യത്ത് നിന്നുള്ള പ്രവർത്തിക്കുന്നത്, ഇതൊന്നും ഇയാൾക്ക് അറിയേണ്ട കാര്യമില്ല. ഇയാളൊരു മൾട്ടി ബില്യണർ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സമ്പന്നരുമായിട്ട് കൂടുതൽ കൂട്ടു നടത്തുന്നു. ഇന്ത്യയിൽ നിന്ന് ധാരാളമായിട്ട് പണം സമ്പാദിക്കുന്നു. ഇന്ത്യയിലാവുമ്പോൾ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നതിന് ശേഷം ബാങ്കിങ് സംവിധാനം വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഏത് ബാങ്കിൽ നിക്ഷേപിച്ചാലും അല്ലെങ്കിൽ ഭൂമി ഇടപാട് നടത്തിയാലും ഒക്കെ തന്നെ കൃത്യമായി നികുതി അടയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് UAE പോലെയുള്ള രാജ്യങ്ങളിലേക്ക് നിക്ഷേപം നടത്തുന്നത്. സൗദി അറേബ്യയിൽ, UAE-യിൽ, ദുബായിൽ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വമ്പൻ പ്രൊജക്റ്റുകളുമായിട്ട് റോയ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഇതിനിടയിലാണ് UAE അവർക്ക് ചില സംശയങ്ങൾ തോന്നുകയും അതിന്റെ വ്യക്തമായ സൂചനകൾ ഇന്ത്യൻ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തത്. ഈ പറയുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അതിന്റെ ചൂട് പിടിച്ച് അന്വേഷണം നടത്തുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്, കേരളത്തിൽ നിന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇതിന്റെ ചൂട് പിടിച്ച് അന്വേഷിക്കാൻ പോയത്, അല്ലെങ്കിൽ CJ റോയിയെ ചോദ്യം ചെയ്യാൻ പോയത്. എന്നിരുന്നാലും ബംഗളൂരുവിൽ എന്ന് പറഞ്ഞാൽ കർണാടകയിലെയും ഡൽഹിയിലെയും ഒക്കെ തന്നെ ഈ IT മേഖലയിലെ ഉദ്യോഗസ്ഥർ ഒരു പക്ഷേ ഈ റോയുമായിട്ട് അടുപ്പമുള്ളവരായിരിക്കും. അവർ വിവരങ്ങൾ ചോർത്തി കൊടുത്തു കാണും. അതായത് UAE-യിൽ നിന്നൊരു അന്വേഷണം വന്നിട്ടുണ്ട്, ഇത് ഇന്ത്യ ഗവൺമെന്റ് വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു, ആ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പണത്തിന്റെ സ്രോതസ് മുഴുവൻ കാണിക്കേണ്ടി വരും. അപ്പം മറ്റുള്ളവർ നൽകിയ പണമാണ് ഇവിടെ നിക്ഷേപിച്ചതെങ്കിൽ എങ്ങനെ റോയ്ക്ക് ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ സ്രോതസ് കാണിക്കാൻ പറ്റും? ഇനി സ്രോതസ് കാണിക്കാൻ ശ്രമിച്ചാൽ മറ്റുള്ളവർ കൈയൊഴിഞ്ഞാൽ ഈ പണം അവിടെ നിക്ഷേപിക്കുകയും ചെയ്തു, എവിടെ നിന്നാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ദാവൂദ് ഇബ്രാഹിമിനെ പോലെ ഉള്ളവരൊക്കെ തന്നെ ദുബായിൽ വലിയ പാർട്ടിയിലും വമ്പൻ ബിസിനസ് മീറ്റിലുമൊക്കെ പങ്കെടുക്കാറുണ്ട് എന്നത് ഈ റോയിയെയും വല്ലാതെ ആശങ്കാകുലനാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമോ എന്നാണ് സംശയിക്കുന്നത്. എന്തായാലും ഈ IT-യുടെ, അതായത് ഈ പറയുന്ന ഇൻകം ടാക്സിന്റെ ഈ നിയമം അനുസരിച്ച് UAE-ക്ക് ഇങ്ങോട്ട് വിവരങ്ങൾ തരാമെങ്കിൽ നമ്മളും തിരിച്ച് അങ്ങോട്ട് വിവരം നൽകാം. അതായത് ഇവിടുത്തെ ഈ ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തുമല്ലോ, ഇതിനൊരു റിപ്പോർട്ട് ഉണ്ടാക്കും. ഈ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും UAE-യിലെ ഭരണ സംവിധാനത്തിന് കൈമാറും.
അങ്ങനെ സംവിധാനത്തിന് കൈമാറിക്കഴിഞ്ഞാൽ ഇത് നിയമപ്രകാരമല്ല അവിടെ നിക്ഷേപിച്ചതെങ്കിൽ ആ പണം മുഴുവൻ കണ്ടുകിട്ടും എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാകും. ഇയാളുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്ന ആരാണോ അവരുടെ പണവും നഷ്ടപ്പെടും. ഇതിന്റെ എല്ലാം ഒടുവിലത്തെ ഉത്തരവാദി ആരായി മാറും? റോയ് മാറും. അതാണ് റോയുടെ ഡയറിയിൽ ഉണ്ടാകുന്ന വിദേശത്ത് നിന്നും ചില തിരിച്ചടികൾ കിട്ടി എന്നുള്ളത്. വിദേശ നിക്ഷേപങ്ങളിൽ ഇതാണ് വിദേശ നിക്ഷേപത്തിൽ തിരിച്ചടി. അതായത് UAE നിക്ഷേപിച്ച പണം മുഴുവൻ റോയുടേതാണോ? ഇത് UAE ചോദിച്ചിരുന്നു ഈ പണം എവിടുന്നാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇന്ത്യയിൽ നടത്തുന്ന ബിസിനസിന്റെ ലാഭം കൊണ്ട് ഞാൻ UAE നിക്ഷേപിക്കുന്നു. അവിടെയാണ് കള്ളത്തരം വന്നത്. എന്തിനാണ് ഇന്ത്യയിൽ ലഭിക്കുന്ന പണത്തിന്റെ ലാഭം മുഴുവൻ UAE കൊണ്ട് നിക്ഷേപിക്കുന്നത്? അപ്പം എന്തൊക്കെയോ വൈറ്റ് മണി ആക്കാനുള്ള ചില ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തം. അതുകൊണ്ടാണ് അനന്തരാവകാശി ആരായിരിക്കണം, ഭാര്യയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇവിടെ പറയുന്ന അനിയൻ ഒരു കാര്യം പറയുന്നു, ഞാൻ ട്രബിളിലാണെന്ന് ഇയാൾ മെസ്സേജ് അയക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു CJ റോയ് എന്നാണ് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നത്. എന്ത് പറഞ്ഞാലും ശരി, വരരുചിയുടെ 12 മക്കളിൽ ഒരാളായിട്ടുള്ള പാക്കനാർ പറഞ്ഞതുപോലെ ഈ പണം എന്ന് പറയുന്ന ഒരാളെ കൊല്ലിയാണ്. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. റിയൽ എസ്റ്റേറ്റുകാർ ആരും ഉണ്ടാക്കുന്ന പണം നേരെ ചൊവ്വയുള്ള പണമല്ല. ഒന്നുകിൽ പാവങ്ങളെ പറ്റിച്ചിട്ടുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ള മെഗാ സ്റ്റാറുകളെ കൊണ്ട് ആകാതെ അധോലോക ഗുണ്ടകളും ഒക്കെ കൊടുക്കുന്ന പണം കള്ളപ്പണം ഉണ്ടാക്കി വെച്ചതിന്റെ മിച്ചം. പിന്നെ ദുബായ് എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റുകളുള്ള സ്ഥലമാണ്. അവിടെ മറ്റൊരു UAE ഒരു രാജ്യത്തും അനുവദിക്കാത്തതുപോലെ ദുബായിൽ നമുക്ക് സ്വന്തമായിട്ട് കെട്ടിടങ്ങൾ വാങ്ങിക്കാം, മലയാളികൾക്കും വാങ്ങിക്കാം. UAE അബുദാബിയിലാണെങ്കിൽ 99 വർഷത്തേക്ക് നമുക്ക് ഓണർഷിപ്പ് അനുവദിക്കത്തുള്ളൂ. ഇവിടെ ആജീവനകാലം മരിച്ചു കഴിഞ്ഞാലും നമ്മുടേതായിട്ട് അവിടെ കിടക്കും. അങ്ങനെ റിയൽ എസ്റ്റേറ്റുകൾ പൊന്തുന്ന പെട്ടെന്ന് ഏറ്റവും വളരുന്ന ഒരു നഗരമാണ്. റിയൽ എസ്റ്റേറ്റുകൾ വളരുന്ന നഗരമാണ്. നമുക്കറിയാവുന്ന പോലെ ബുർജ് ഖലീഫ ടവേഴ്സ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം അവിടെയാണ്. അതിന് വെറുതെ ഇരിക്കുകയല്ല, അതെല്ലാം ഓഫീസുകളാണ്. താഴെ തട്ടിലെല്ലാം ഓഫീസുകൾ പ്രവർത്തിക്കുക. വെറുതെ ഒരു കാഴ്ച വസ്തു മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് തന്നെയാണത്. അങ്ങനെയുള്ളതൊക്കെ ഉള്ള അതിൻ്റെ ലോകത്തിലെ ഏറ്റവും പ്രധാന താവളവും ഇവിടെയാണ്. പക്ഷേ അവിടെ അടിഞ്ഞുകൂടുന്ന പണമെല്ലാം ശുദ്ധമായ പണമല്ല. നമ്മളൊന്ന് ഓർക്കേണ്ട UAE എല്ലാ നിയമം എന്ന് പറയുന്നത് ഈ ശരീഅത്ത് നിയമമാണ്, നമ്മുടെ നിയമമല്ല. ഇതുപോലെ കള്ളത്തരം കാണിച്ചാൽ അപ്പം തന്നെ പരസ്യമായിട്ട് പൊതുസ്ഥലത്ത് നിർത്തി ആൾക്കാരുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കൊല്ലുക എന്നുള്ളതാണ്. അവിടുത്തെ നിയമം ഭയങ്കര കർക്കശമാണ്. അവിടെ പിടിച്ച് ജയിലിലിട്ടാൽ അവിടെ ആരാണെന്ന് പറഞ്ഞ കാര്യമില്ല. നമുക്കറിയാം അറ്റ്ലസ് രാമേന്ദ്രനൊക്കെ എന്തിന് നിമിഷപ്രിയ ജയിലിലിട്ടതാ. പിന്നെ ഇടപാടുകൾ നടത്തിയിട്ട് പോലും നിമിഷപ്രിയ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എത്ര സ്വാധീനമുള്ള വ്യക്തിയാണെങ്കിലും പെട്ടത് എന്ന് പറയുന്ന പോലെ അദ്ദേഹം പൗരത്വം അവിടെ എടുത്തോ ഇല്ലയോ നമുക്കറിഞ്ഞിട്ട്, പൗരത്വം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏർപ്പാടി കള്ളത്തരം കാണിച്ച അതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അവരുടെ നിയമം അനുസരിച്ച് നമ്മൾ കണ്ടതാണല്ലോ. ഖത്തറിൽ 8 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇന്ത്യ വളരെ പാടുപെട്ട് വേർത്താണ് അവരെ രക്ഷപ്പെടുത്തിയത്. തിരുവനന്തപുരംകാരൻ ഒരാളും ഉണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ മലയാളി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിയമമുള്ള ഒരു സ്ഥലത്ത് കള്ളക്കളി ഇയാൾ കളിച്ചു എന്ന് വേണം നമുക്ക് അനുമാനിക്കുകയാണ്, നമ്മൾ ആരോപിക്കുകയല്ല. അങ്ങനെ അനുമാനിക്കേണ്ടി വരും. കാരണം ദാവൂദ് ഇബ്രാഹിം അതുപോലുള്ള സോഴ്സിൽ നിന്ന് വരുന്ന പണങ്ങൾ ധാരാളമായിട്ട് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയതായിരിക്കാം, കെട്ടിടമാക്കി അത് വെളുപ്പിച്ചെടുത്തിരിക്കാം. പക്ഷേ അതിൻ്റെ സോഴ്സ് അവർ അന്വേഷിക്കും. എങ്ങനെ കാര്യം 2018 ഉണ്ടായ നിയമം അത് എന്നു മാത്രമല്ല, ഭീകരവാദത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ഒന്നാണ് UAE. അവിടെ ഗാസയിലെ പാലസ്തീൻകാർക്ക് വേണ്ടിയിട്ട് പ്രകടനം നടത്തിയ പാകിസ്ഥാൻകാരെ മുഴുവൻ അവിടുന്ന് തിരിച്ചയച്ചു എന്ന് മാത്രമല്ല, പാകിസ്ഥാൻകാർ അവിടേക്ക് വരുന്നത് അവരുടെ റിക്രൂട്ട്മെൻറ്റും തടഞ്ഞ ഒരു രാജ്യമാണ് UAE. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് കാംബ്രിഡ്ജ് സർവകലാശാലകളിൽ പഠിക്കാൻ അവർ സ്കോളർഷിപ്പോട് കൂടി അയച്ച വിദ്യാർത്ഥികൾ അവിടെ ഈ പറയുന്ന ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടനയുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് എന്നറിഞ്ഞ നിമിഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് അവർ ആവശ്യപ്പെട്ടു ഇസ്ലാമിക് ബ്രദർഹുഡിനെ നിരോധിക്കണം. നിരോധിച്ചില്ല. നിരോധിക്കാത്തതിനെ തുടർന്ന് ദേഷ്യപ്പെട്ട് അവരുടെ കുട്ടികളെ മുഴുവൻ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് പിൻവലിച്ചു. കുട്ടികളെയും പിൻവലിച്ച രാജ്യമാണ് UAE. എന്ന് പറഞ്ഞാൽ ഇന്ത്യയേക്കാൾ കൂടുതലായിട്ട് തീവ്രവാദത്തെ കർശനമായിട്ട് എതിർക്കുന്ന രാജ്യമാണ്. എന്തുകൊണ്ടാണ്? അവരുടെ ബിസിനസ് കൊഴുക്കണമെങ്കിൽ ഈ തീവ്രവാദം അവിടെ വളർന്നാൽ അത് നടക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആർക്കും പേടിക്കണ്ട, സ്ത്രീകൾക്ക് രാത്രി പോലും നടക്കാൻ പേടിക്കണ്ടാത്ത രാജ്യങ്ങളാണ് ഇതൊക്കെ. ഏതൊരു പാതിരാത്രി പോയാലും ഒരു കാശ്മീരിലും വരില്ല. കാരണം നിയമം അത്ര സ്ട്രിക്റ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് ഇത് കള്ളം കാണിച്ചു എന്നുള്ളത് അവിടുത്തെ പോലീസ് വെറുതെ വിടില്ല. അതായത് ഈ തുടരും.
ഈ 2001 റോയി ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങുന്നത്. അത് ഈ നേരത്തെ ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ വെറും ഒരു മാനേജർ ആയിരുന്നു. പിന്നീട് പൊടുന്നനെ ഇയാൾ പിന്നെ പാർട്ട്ണർ ആകുന്നു, അവിടെ നിന്ന് മാറുന്നു. അപ്പോൾ അതിനുശേഷം ഈ പണം എങ്ങനെ കിട്ടി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അവിടെ നിന്നാണ് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉദയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തുടക്കം മുതൽ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടാകണം. അതിന്റെ ഭയമായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും ഒടുവിൽ എത്തി നിന്നത് ഈ പറയുന്നത് പോലെ വല്ല നിരോധിച്ച സംഘടനകളിൽ നിന്നോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരിൽ നിന്നോ ഒക്കെ കിട്ടിയ പണം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദുബായിൽ വലിയ ബിസിനസ് ഒക്കെ നടത്താൻ ഇയാൾ തീരുമാനിച്ചിരുന്നത്. അത് UAE സർക്കാർ കണ്ടുപിടിച്ച് ഇന്ത്യൻ സർക്കാരിനെ അറിയിച്ചത്. UAEയിലും കുരുക്ക് വീഴും, ഇന്ത്യയിലും കുരുക്ക് വീഴും, ഇനി നിക്കക്കളിയില്ല, തീരുന്നതാണ് നല്ലതെന്ന് ഉറപ്പിച്ചായിരിക്കും റോയി ഇത്രയും ഒരു വലിയ തീരുമാനത്തിൽ. UAE ഈ ആന്റി മണി ലോണ്ടറിംഗ് സംവിധാനം ഉണ്ടല്ലോ, ഈ സംവിധാനം വെച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ റോയുടെ ഇടപാടുകളിൽ ഒരുപാട് ദുരൂഹതകൾ അവർക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് UAE ഭരണകൂടം നമ്മുടെ ഭരണകൂടത്തെ സമീപിച്ചപ്പോഴാണ് ആദായ നികുതി വകുപ്പിന് കൃത്യമായിട്ടുള്ള സൂചനകളും തെളിവുകളും ലഭിച്ചത്. അതുകൊണ്ട് ഇവർ റിപ്പോർട്ട് തയ്യാറാക്കി. ഒരു പക്ഷേ ഇയാളോട് നേരിട്ട് ഇക്കാര്യങ്ങൾ ചോദിച്ചു വേണം, നിങ്ങൾ എന്തിനാണ് UAEയിൽ ഇത്രയും നിക്ഷേപം നടത്തിയത്, ആരുടെ പണമാണ്, അവിടെ നിന്ന് ഇന്ന രേഖകൾ ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇയാളെ കാണിക്കുമല്ലോ. ഇയാളാണല്ലോ അതിന് മറുപടി പറയണ്ടേ. അപ്പോൾ അതിന് കൃത്യമായി മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ അമ്മയെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് തന്റെ ഓഫീസ് റൂമിലേക്ക് പോകുന്നത്. പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ പറയാൻ ഉത്തരങ്ങളില്ല, ഇനി ഉത്തരങ്ങളില്ല, ഇനി ഞാൻ പെട്ടുവെന്ന് മാത്രമല്ല, അങ്ങനെ പെട്ടാൽ ഇയാൾ UAEയിലേക്ക് കൊടുക്കേണ്ടി വരും, അല്ലെ UAE ഭരണകൂടത്തിന് ചോദ്യം ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കേണ്ടി വരും. ഇന്ത്യയിൽ കിട്ടുന്ന സംരക്ഷണം, ഇന്ത്യയിൽ കിട്ടുന്ന നിയമപരമായ പരിരക്ഷ ഇതൊന്നും ഉണ്ടാകില്ല. മാത്രമല്ല, ഒരിക്കൽ ജയിലറയ്ക്കുള്ളിലേക്ക് പോയാൽ താൻ പുറത്തിറങ്ങാൻ കഴിയാത്തത്ര കുരുക്കു മുറുകുമെന്ന് ബോധ്യപ്പെട്ടിട്ടായിരിക്കാം ഒരുപക്ഷെ CJ റോയ് ഇത്തരത്തിൽ ഒരു കടുങ്കയിലേക്ക് നീങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ ഒരു 7-8 പേജ് വരുന്ന ഒരു മരണക്കുറിപ്പിന് സമാനമായ കാര്യങ്ങളൊന്നും ഡയറിയിൽ എഴുതി വെക്കുകയില്ലല്ലോ. അതെ, അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തായാലും റോയിയുടെ മരണത്തിലെ ദുരൂഹതകൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ, കൺക്ലൂഡ് ചെയ്യാൻ. അതായത് ഇതില് പിന്നെ കടക്കണി മാത്രമല്ല, രാജ്യദ്രോഹം എന്നൊരു വകുപ്പ് ഉൾപ്പെട്ടിരിക്കുക. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആത്മഹത്യാ കുറിപ്പിൽ ഭാര്യയ്ക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു എക്സ്ക്യൂസ് കൊടുത്തുകൊണ്ട് അദ്ദേഹം വിശദാംശങ്ങൾ എഴുതായിരുന്നത്. കാരണം അദ്ദേഹത്തിനോ കുടുംബത്തിനോ പുറത്ത് പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ഒരാൾക്ക് എനിക്ക് കടമുണ്ടായിരുന്നു എന്ന് പറയുന്നതിനോ, ഞാൻ ഇന്നയാൾക്ക് പൈസ അയാളെ പറ്റിച്ചു എന്ന് പറയുന്നതിലോ, അതിന് മാപ്പ് എന്ന് പറയുന്നതിലോ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള നമ്മൾ ആരോപിക്കുകയല്ല, പക്ഷേ അത് സംശയിക്കണം.